ഹലോ അസ്സലാമു അലൈക്കും വെൽക്കമിങ് ഓൾ ഓഫ് ഇറ്റ് എ ന്യൂ എപ്പിസോഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചേന ഉപയോഗിച്ചിട്ട് 2 തരത്തിൽ കറികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ചേന ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ചേന അവിയലെന്നോ ചേന മെഴുക്കുവരട്ടിയെന്നോ ഒക്കെ വിളിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നീളത്തിലാണ് ചേന കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ചേനയല്ലേ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി ഇട്ടത്. അതേസമയം നിങ്ങൾ എടുക്കുന്ന ചേനയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്രയും മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം അതിൻ്റെ ആ അടിയിൽ പിടിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ അതിനാണ് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒത്തിരി ഒന്നും വേണ്ട, അതിൻ്റെ ജസ്റ്റ് അടിയിൽ മതി. കണ്ടു, ഇതിന് നെകക്കൊന്നും വെള്ളം ഒഴിക്കില്ല. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ഫുള്ളായിട്ടങ്ങ് വെന്ത് കുഴഞ്ഞ് പായസം പോലെ ആയി പോകും. അപ്പോൾ അത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഗ്ലാസ് കഴിയുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ 2 സവാള എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ഇത്രയും ചേനയ്ക്കാണ് ഈ 2 സവാള എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേന മെയിൻലി കുറേ പേരൊക്കെ വാങ്ങാനായിട്ടൊക്കെ മടിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യുമ്പോഴത്തേനും കൈ ചൊറിയും. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലൗസ് വാങ്ങാനായിട്ട് കിട്ടും. അത് ഉപയോഗിച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കൈയൊന്നും ചൊറിയത്തൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അത് ഒരു 100 പീസസ് ഒക്കെ ഒരു പാക്കറ്റിൽ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ ചേനയിൽ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. കണ്ടോ, എൻ്റെ കയ്യിലൊന്നും ഒരു ചൊറിച്ചിലോ ഒരു പാടോ ഒന്നും വരുന്നൊന്നുമില്ല. ഞാനിവിടെ ഒരു വിസിലായപ്പോഴത്തേനും തന്നെ അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഫുൾ ആവി പോയി കഴിഞ്ഞിട്ട് മൂടി തുറന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ കറിവേപ്പിലയും ഇടും. ഇത്രയേ ഉള്ളൂ ഇതിലെ പണി. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ആ ടേസ്റ്റ് വരുന്നത് വെളിച്ചെണ്ണയുടെയും ആ ഒരു മുളക് പൊടിയുടെയുമാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന അവിയൽ അല്ലെങ്കിൽ ചേന മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേന കറിവേപ്പില പുഴുക്കാണ്. ഇതിന് വേണ്ടിയിട്ടും അധികം പണിയൊന്നുമില്ല. നല്ല എളുപ്പമായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഒരു പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചേന കറിവേപ്പില പുഴുക്കല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ വലിപ്പത്തിലും ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് നമ്മൾ ചേന കട്ട് ചെയ്തെടുക്കുന്നത്. നേരത്തെ നമ്മൾ ലെങ്ത്വൈസ് അല്ലേ കട്ട് ചെയ്ത്. അപ്പോൾ ഇതൊരു പീസസ് ആയിട്ട് സ്ക്വയർ പീസസ് ഒക്കെ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതൊരു പകുതി പീസ് ചേനയുള്ളത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളവും അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ആ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ, നമ്മൾ എടുത്തേക്കുന്ന ചേനയുടെ അളവനുസരിച്ച്. അപ്പോൾ അത് ഇത്രയും വെള്ളമേ എടുത്തിട്ടുള്ളൂ, കാരണം ഞാനൊരു 1/2 പീസ് ചേനയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് കുക്കർ അടച്ചിട്ട് ഒന്ന് വേവിക്കണം. അത് വിസിൽ വരുമൊന്നും വേണ്ട, ജസ്റ്റ് ആ വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഒരുപാട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് ഫുള്ളായിട്ടങ്ങ് തിളച്ച് വെന്ത് അതങ്ങ് ഒത്തിരി കുഴഞ്ഞു പോകും. കാരണം നമുക്കിത് പകുതി വേവായി കഴിഞ്ഞിട്ട് പിന്നെ അരപ്പൊക്കെ ചേർത്ത് അതിനെ ഒന്ന് പുഴുക്കിൻ്റെ പരുവത്തിലാക്കി എടുക്കാനുണ്ടല്ലോ. ഇനി നമുക്കിവിടെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ എടുക്കും. തേങ്ങ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, 1/4 മുറി തേങ്ങയൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ അത്രയ്ക്കല്ലേ ചേന എടുത്തിട്ടുള്ളൂ. അപ്പം കുറച്ച് തേങ്ങ ഇടുന്നു. ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇടുന്നു. ഇഞ്ചി ഈ ഒരു വലിപ്പത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അതൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കും. പിന്നെ വേണ്ടത് പച്ചമുളക് വേണമെങ്കിൽ ഇടണം കേട്ടോ. ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അഡീഷണൽ പച്ചമുളക് ഇടുന്നില്ല. കാരണം ഞാനിതിൻ്റെ കടുക് താളിക്കുന്ന സമയത്ത് വറ്റൽമുളക് ഇട്ടിട്ടാണ് കടുക് താളിക്കുന്നത്. അപ്പം ആ ഒരു എരിവ് മതി, കാരണം കുട്ടികൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പച്ചമുളക് ഒരു 2 3 നിങ്ങളുടെ എരിവിൻ്റെ അളവനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യുന്നത്. ഞാൻ ജീരകത്തിൻ്റെ പൊടി ഇടുന്ന സമയത്ത് ഇവിടെ കുക്കറിൽ വിസിൽ വന്നു. ആക്ച്വലി അത് വരാൻ പാടില്ലായിരുന്നു, അതിന് മുന്നേ ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അത് കാരണം ഞാൻ അതിൻ്റെ ആ വെയിറ്റ് കുറച്ചൊന്ന് പൊക്കിയിട്ട് അതിൻ്റെ കുറച്ച് ആവി കളയുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് അത്രയും വേവണ്ട, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഒരു 2 തണ്ടിൻ്റെ കറിവേപ്പില ഇടുന്നത്. പിന്നെ വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്യാം. ഞാൻ കുക്കറിൻ്റെ വെയിറ്റൊക്കെ കുറച്ചൊന്ന് ഉയർത്തി വിട്ട് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതാ കറക്റ്റ് പരുവത്തിൽ ചേന വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ആ എക്സ്ട്രാ വെള്ളമൊന്നും നിൽക്കുന്നുമില്ല, എന്നാൽ അത് അടിയിൽ പിടിച്ചിട്ടുമില്ല. നമ്മൾ ഒഴിച്ച അത്രയും വെള്ളം മതിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി നമ്മളുടെ അരപ്പും ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ അരപ്പ് നല്ലതുപോലെ മൂക്കണം ആ എണ്ണയിൽ കിടന്നിട്ട്. വെളിച്ചെണ്ണയാണ് ഇടുന്നത്, ഓയിലല്ല കേട്ടോ.
ഞാനും മുൻപ് ചേന വാങ്ങൽ വളരെ കുറവായിരുന്നു. കാരണം അത് എങ്ങനെയാണ് നല്ലതുപോലെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ടേസ്റ്റ്. ഈ 2 മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിളാണ്. ഇതിനകത്ത് രണ്ടും ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. പിന്നെ യൂസ് ചെയ്യുന്നത് ഈ വെജിറ്റബിൾ ഓയിൽ അല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയുടെയാണ് മെയിൻലി ടേസ്റ്റ് വരുന്നത്. ഈ പുഴുക്കിൽ വെളിച്ചെണ്ണയുടെയും പിന്നെ നമ്മൾ ഈ തേങ്ങ മൂപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നല്ലതുപോലെ ഈ തേങ്ങ മൂക്കട്ടെ കേട്ടോ. ഇത് നല്ലതുപോലെ അങ്ങ് മൂത്ത് അതിൻ്റെ അത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കിനും നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ചേനയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കണം. പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു പുഴുക്കിൻ്റെ പരുവത്തിലൊക്കെ ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കാനായിട്ടാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ അരപ്പ് നല്ലതുപോലെ മൂത്ത് വന്നപ്പോഴത്തേനും അതിനകത്തുള്ള വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉറപ്പായിട്ട് ഉപ്പ് നോക്കാനായിട്ട് മറക്കല്ല. പിന്നെ അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ പണി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കടുക് താളിച്ച് ചേർത്താലും മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചേന കറിവേപ്പില പുഴുക്ക്. ഇതിനകത്ത് നമ്മൾ മഞ്ഞളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിനകത്ത് കറിവേപ്പില അരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെയാണ് ഗ്രീൻ കളർ വരുന്നത്. ഇനി നമുക്ക് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേനും കടുക് ഇട്ട് കൊടുക്കും. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കിനും വറ്റൽമുളക് ഇടും. പിന്നെ അതുപോലെ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്ത് നമ്മളുടെ പുഴുക്കിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചേന കടയിരിക്കുന്നതിനടുത്ത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലീസിൻ്റെ അടുത്തും ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.